എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. കണ്ട ഉപ്പിലിട്ട കണ്ണിമാങ്ങാന്ന് വേണമെങ്കിൽ പറയാം. ഇത്തിരി വലിയ ഇതാ. എന്നാലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതെൻ്റെ രതീഷ് മോനാണ് ഇങ്ങനെ എടുത്ത് മറച്ചു വയ്ക്കുന്ന ആള്. ഞാൻ മറക്കാനിടയ്ക്ക് അപ്പം അതെ മൂത്തിട്ടില്ല ചേട്ടത്. ഇങ്ങനെ മുറിച്ചിടാലോ നമുക്ക്. അപ്പോൾ എന്താ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മജ്ജുനനെ എന്ന് പറയുന്ന പോലെ അല്ലതാ. അപ്പോൾ ഒന്ന് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതൊന്നല്ല കേട്ടോ, വേറെയാണ്. ചോറ് വെച്ചിട്ടില്ലേ ഞാൻ. അപ്പം കാലത്തേക്കുള്ള കഞ്ഞിയും കറിയൊക്കെ ശരിയാക്കി. അപ്പം ഫ്രൈഡ് റൈസ് വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അതിലേക്കൊന്ന് പോയാലോ നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ തൃശ്ശൂരും അങ്കമാലിയും കൂടിയിട്ടുള്ള ഒരു മാങ്ങാക്കറി വയ്ക്കാം. ഫ്രൈഡ് റൈസിന് എന്തെങ്കിലും കറി വേണ്ടി വരേ. അപ്പോൾ നമ്മൾ എഗ്ഗ് കൊണ്ടുള്ള ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ അറിവനുസരിച്ചാട്ടാ. അപ്പോൾ അതിൽ ഞാൻ മറ്റുള്ളവർ ചേർത്തതുമായ സാധനങ്ങൾ ചിലപ്പോൾ രാവിലെ ചേർക്കാത്തതായ സാധനങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ തൃശ്ശൂർ അങ്കമാലി മീൻകറിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു മാങ്ങ ഞാൻ ഇങ്ങനെ വളരെ കനം കുറച്ചിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ. മീനിലേക്ക് ഇടണ പോലെ തന്നെ ഇത്തിരി കൂടി കനം കുറവിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ പുളി ഇല്ല, കുറച്ച് കുറവുള്ള മാങ്ങയാട്ടോ നല്ലത്. നല്ല പുളിയായിരിക്കും അല്ലെങ്കിലേ. അപ്പോൾ മാങ്ങയുടെ അളവ് അനുസരിച്ച്, ഇപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് മാങ്ങയുടെ അളവ് കുറച്ചെടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ കരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, നല്ല നാടൻ മുളക് 2 എടുത്തിട്ടുണ്ട്, പച്ചമുളക് നല്ല പഴുത്തത് 2 എടുത്തിട്ടുണ്ട്, പിന്നെ ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. സവാള ചേർക്കും ചിലവർ, ഞാൻ ചേർക്കണില്ല. പിന്നെ ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സാദാ മുളക് പൊടി, പിന്നെ നമ്മളുടെ കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, പിന്നെ 2 പാല് 1.5 നാളികേരം എടുത്തിട്ടുണ്ട് ഞാൻ. ഈ ആവശ്യമുള്ള മാങ്ങയിലേക്ക് 1 നാളികേരം, പിന്നെ ഒരു പകുതി നാളികേരം, പിന്നെ അതിൻ്റെ 2 പാല്, ഇത് 1 പാല്. കണ്ട ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ആവശ്യമുള്ളത്. പിന്നെ കാച്ചി ഒഴിക്കുമ്പോൾ കടുകൊക്കെ ആവശ്യമുണ്ട് കേട്ടോ, വറ്റൽമുളക് അതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ പണിപ്പുരയിലേക്ക് പോയാലോ. ഒരു ബുദ്ധിമുട്ടില്ലാത്ത കറി കേട്ടോ, നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ ആക്കി വെക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു പണിയില്ല. കണ്ടില്ലേ, രണ്ടാം പാല്, ഇത് 1 പാല് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി വെക്കുന്നതായിരിക്കും ഉചിതം. നമുക്ക് അതില്ലാത്ത കാരണം നമ്മളിപ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെ ചട്ടി തന്നെയാണ്. വെളിച്ചെണ്ണ കുറച്ചെടുക്കുക. സ്റ്റീലിൻ്റെ ചട്ടിയേ വേഗം ഇങ്ങനെ പുകയും, അതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ച് നോക്കണ ഉള്ളി, പച്ചമുളക്, നാടൻ മുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇല, ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ പതുക്കെ. ഒരു 5-6 മിനിറ്റൊക്കെ ഒന്നിങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ. അങ്ങനെ മൊരിഞ്ഞ് വരണമെന്നൊന്നുമില്ല. അപ്പം ആയിരിക്കും നമുക്ക് നമ്മുടെ മറ്റുള്ളത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം.
അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് വേണമെങ്കിൽ മൂടി വയ്ക്കാം. നമുക്ക് കുഞ്ഞ് തീയിൽ മൂടി വയ്ക്കാം. ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ലേ. അങ്ങനത്തെ ചട്ടിയാകുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പുക വരും. അതൊക്കെ ഒന്നിരുന്ന് ഇതാവട്ടെ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അത്ര മതി. അത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അതിലേക്ക് നമ്മുടെ മാങ്ങേനെ ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് നോക്കാം. ഉപ്പത്തിരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി വെന്ത് വരട്ടെ. വീണ്ടും ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ മീൻകറി ഒരുവിധം, അല്ല മീൻകറി അല്ല, മാങ്ങാക്കറി ഒരുവിധം ശരിയായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഇത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിനെ ഒഴിക്കുന്നതാണ് മറ്റേ അങ്കമാലിക്കാരുടെ ഏറ്റവും ടേസ്റ്റ് വരുന്നതെന്നാണ് അവർ പറയുന്നത്. നമ്മളത് ഒഴിക്കാറില്ല കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ഒഴിച്ചിട്ടാണ് ഈ കറി വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇത് കഴിച്ചു നോക്കിയിട്ട് പറയുന്നതായിരിക്കും. എൻ്റെ കുട്ടികളും പറയും അത് അടിപൊളിയായിട്ടല്ലോ അമ്മ, അല്ലെങ്കിൽ അമ്മ വെക്കുന്ന അത്ര ഇതായിട്ടില്ലല്ലോ എന്ന് പറയും. അവർ സവാള ചേർക്കും. നമ്മൾ സവാള ചേർത്തിട്ടില്ല, ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ളത് നമ്മുടെ തമ്പാലാണ്. അതായത് തമ്പാലെന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും ആദ്യം എടുത്തു വെച്ച പാല്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ തേങ്ങാപ്പാൽ നല്ലോണം വേണ്ട കറി കേട്ടോ. നല്ലോണം ഉണ്ടെങ്കിൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനി അങ്ങനെ അധികം തിളച്ച് വരണമെന്നൊന്നുമില്ല. മാങ്ങക്കറിക്കൊരു നല്ലൊരു കൊഴുപ്പായിരിക്കും ഈ മാങ്ങക്കറിക്ക് തേങ്ങാപ്പാലിൻ്റെ. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആ മധുരവും സബോള ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മധുരവും ഒക്കെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇത് മാങ്ങയ്ക്ക് അധികം പുളിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പുളി കുറവാണിത്. പുളി അധികമായ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ലേ കണ്ടമാനം പുളി വന്നാൽ. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിടണം നമുക്ക്. ഉപ്പ് ഇത്തിരി പോരായാണ്. ഈ കല്ലുപ്പിട്ട് ശീലിച്ച കാരണേ പൊടിയുപ്പ് അങ്ങോട്ട് എനിക്കവിടെ ശരിയാവണില്ല. പേടിയുണ്ട് ഇടാൻ. ഉപ്പൊക്കെ ശരിയായി. നമുക്ക് ഇതിനെ താളിച്ചാലോ. അപ്പം ഇനി കാച്ചൽ മാത്രമേ ഉള്ളൂ കേട്ടോ പണി. രണ്ട് വറ്റൽമുളക് ഇടുക. അപ്പം കൂടെ മാങ്ങാക്കറി അതേ ശരിക്കും വന്നു. ഇതാ അപ്പോഴേ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയിൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ പണികളാണ്. അപ്പോൾ അരി അങ്ങനെ ഒരു നിശ്ചിത അളവൊന്നും അല്ല, ഞാനൊരു കുറച്ചും കൂടി എടുത്തതാണ്. ഇതങ്ങനെയാണ് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ശരിയാവും. അപ്പോൾ ഒരു നാരങ്ങ അങ്ങനെ പിഴിഞ്ഞ് വയ്ക്കാം. അല്പം നെയ്യും ചേർത്ത് കൊടുക്കാം. നന്നായി തിളക്കില്ലേ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. ഒരു ടെൻഷടിയിലെ കാര്യമില്ല. ശരിക്കും വരും. ചീച്ചട്ടിയിലിട്ടും വേവിച്ചെടുക്കാം കേട്ടോ.
ഞാനതിന് വേവിച്ചിട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വയ്ക്കും. നമുക്ക് തിളയ്ക്കുമ്പോൾ ഇറക്കി റൈസ് കുക്കറിൽ വയ്ക്കും. അതെ, ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. കണ്ട ഇപ്പം തന്നെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് കടിക്കുമ്പോൾ വെന്തിട്ടുണ്ട്. എന്നിട്ട് അതങ്ങനെ തന്നെ നമ്മുടെ അരിപ്പച്ചെമ്പിലേക്ക് ഊറ്റിയിടാം. നമുക്ക് അങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതി, പക്ഷെ എനിക്ക് ഒഴിക്കാനായിട്ട് ഇവിടെ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്. അത് കാരണം നമ്മൾ ഇങ്ങനെ നമ്മൾ ഊരിയിടാനും എന്തധികമായ ഒന്നിനും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് വേവ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളോ. കുഴഞ്ഞാതെ നോക്കണം കേട്ടോ. അത് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബിരിയാണി ആയാലും അതെ, കുഴഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നല്ല ശ്രദ്ധിച്ചാണ് ഇത് ഉണ്ടാക്കുക. എല്ലാവരും ഉണ്ടാക്കുന്ന ബിരിയാണി ഒരുപോലെ രസം ഉണ്ടാവണം എന്നില്ല കേട്ടോ. അപ്പോഴേ ചോറൊക്കെ ഒരുവിധം പാകത്തിന് തന്നെ വെന്ത് കിട്ടി. ഭാഗ്യം പോലെ തന്നെ ഞാൻ റൈസിൻ്റെ ഉള്ളിലൊന്ന് ഇറക്കി വയ്ക്കാഞ്ഞത് ഭാഗ്യമായി പോയി. അപ്പോൾ ഇനി നമുക്ക് മുട്ട ശരിയാക്കി എടുത്താലാ. ഞാനിപ്പോൾ ഒരു എത്ര മുട്ട എടുത്തിട്ടുണ്ട് നോക്കട്ടെ കേട്ടോ. 2, 4, 5 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് ഇരിക്കി ഇട്ട് പൊരിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം മുട്ട ഒരുവിധമായി വന്നു. അപ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം. ഈ ചീഞ്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ആക്കണത്. ഇത്തിരി വലുതിലാക്കാവുമ്പോൾ നമുക്കൊരു സൗകര്യമുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ളത് അതിലിട്ട് കൊടുക്കാം. എന്തൊക്കെ ഞാൻ എടുത്ത് നോക്കണമെന്നൊന്ന് പറയാം കേട്ടോ, പരിചയപ്പെടുത്തണ്ടേ. ഇത് സ്പ്രിങ് ഓനിയൻ, അതായത് ഉള്ളിയുടെ മുളച്ചതാണിത്. ഇത് നമ്മുടെ ഉള്ളി, ഇത് ക്യാരറ്റ്, ഇത് ക്യാപ്സിക്കം ഒക്കെ അല്ലേ. ഈ വക സാധനങ്ങളൊക്കെ അധികം കണ്ടു തുടങ്ങിയത് നമ്മുടെ കടയിൽ വന്നതിന് ശേഷം കേട്ടോ, ഞാൻ തന്നെ. പിന്നെ ഇത് ബീൻസ്, ഇത് സെലറി. എന്തിട്ട് മുളപ്പിക്കുന്നതാന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ, നല്ല മണയിന്. പിന്നെ വെളുത്തുള്ളി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. സബോള വേണമെങ്കിൽ സബോള ചേർക്കാം കേട്ടോ. ഞാൻ ഉള്ളിയായി ഇട്ട് കൊടുത്തത്. ഉള്ളിയാകുമ്പോൾ ഇത്തിരിയും കൂടി ഒരു ഇത് കിട്ടും, മണവും ഇതൊക്കെ കിട്ടും. അതൊക്കെ ഒരുവിധം വാടി വന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ക്യാപ്സിക്കം, ഒനിയൻ, ക്യാരറ്റ്, ബീൻസ്. ഒനിയനും കൂടി ഒടിവിട്ടാൽ മതി കേട്ടോ. ഒനിയൻ ഞാനത് പെട്ടെന്ന് ഇട്ട് പോയതാണ്. ഒനിയൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചക്കറിയൊക്കെ ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ.
ഒന്ന് വാടി വരട്ടെ. ഇത് നന്നായി ഒന്ന് വാടണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്താലോ. ചോറ് ഇതേ നല്ല ഇതായിട്ടിരിക്കുക കണ്ട. അങ്ങനെ ആക്കിയെടുത്ത കാരണം ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടി കണ്ട. പരന്ന കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് എളുപ്പാട്ടോ നല്ലത്. മുട്ടയിട്ട് കൊടുത്താലോ. കുറച്ച് ഒനിയനും കുറച്ച് സെല്ലറിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ല കേട്ടോ. നല്ല തീരങ്ങോട്ട് വെക്കുക. കയ്യിൽ മാറ്റി ഞാൻ. പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടാ ചോറ്. അരി റൈസിലൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്. പിന്നെ എൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു. അങ്ങനെ ഇറക്കി വെച്ചാൽ ചിലപ്പോൾ കൂടിപ്പോയാലോ എന്ന്. ഞാനിത് അധികം കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടേ. എന്താ മുട്ടയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഞാൻ പുഴുങ്ങാൻ മുട്ട വെച്ചിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ ഓരോന്ന് വെക്കാലോ. ഉപ്പില്ലെങ്കിൽ നമുക്കൊരു ലേശം ഉപ്പ് പൊടി വിതറി കൊടുക്കാം. നോക്കട്ടെ ഞാൻ. ഉപ്പ് തിരി കുറവാണ്. ഉപ്പ് പൊടി ലേശം ഇട്ടിട്ടേ നന്നായി ഇളക്കി കൂട്ടാം. ഇപ്പം അതിൻ്റെ അതെ ഫ്രൈഡ് റൈസ് ശരിയായിട്ട് നമ്മുടെ ഏർപ്പായേട്ടൻ വന്നിട്ട് കൊടുത്തു നോക്കട്ടെ. അപ്പോൾ ഏർപ്പായേട്ടന് ഫ്രൈഡ് റൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏർപ്പായേട്ടൻ അതേ മാങ്ങാക്കറി എന്നിട്ടാ മറ്റേ പങ്കമാലി മാങ്ങാക്കറിയും ഫ്രൈഡ് റൈസോട് ആൾ കഴിക്കാൻ പോണ് ഏർപ്പായേട്ടൻ. ഏർപ്പായേട്ടൻ അതിൽ പോകുമ്പോഴേക്ക് ഞാൻ പിടിച്ച് നിർത്തിയതാ കഴിക്കാൻ പറഞ്ഞിട്ട്. നന്നായില്ല കറിയോ? അങ്കമാലി മാങ്ങാക്കറി എങ്ങനെയുണ്ട്? അപ്പോൾ അതേ മുട്ടയൊക്കെ വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനെപ്പോഴേ ഇന്നലെ ഫ്രൈഡ് റൈസ് വെച്ചതിൽ ഒരു തെറ്റുണ്ട് കേട്ടോ. ഇന്നലെയാണ് ഫ്രൈഡ് റൈസ് വെച്ച വീഡിയോ ഞാൻ എടുത്തത്. പക്ഷെ ഇന്ന് ഞാൻ ഇപ്പോൾ സൂര്യമോളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ നാളെ പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് അച്ചാറൊക്കെ എടുത്ത് തരാമെന്ന് മോള് പറഞ്ഞു. അപ്പോൾ ഞാൻ മോളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിരിക്കുക.
അപ്പം അതൊക്കെ ഇടാനുള്ളൊരു തയ്യാറെടുപ്പില്ല. അപ്പോൾ മോള് വന്നിട്ടില്ല, കടയിൽ നിന്ന് വരുള്ളൂ. അപ്പോഴേക്ക് ഞാൻ ഇന്നലെ പറയാൻ വന്ന കാര്യം, ഫ്രൈഡ് റൈസിൽ ഞാൻ കാബേജ് ഇട്ടിട്ടുണ്ടായില്ല. അത് രതീഷ് മോ വന്ന് തിന്ന് നോക്കിയപ്പോഴും അമ്മ കാബേജിൻ്റെ രസം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഒയ്യോ ഉണ്ണിയെ മറന്നു പോയില്ലേ അമ്മ ഇടാനായിട്ട്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അത് ഇടണം എന്നുള്ളത്. അതിനാണ് കൂടുതൽ ടേസ്റ്റ് വരുത്തുന്നത് അതിനുള്ള അറിയാം. പക്ഷേ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായില്ല, പക്ഷെ അതിൻ്റെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ ഉണ്ടാക്കുമ്പോൾ അതും കൂടെ ചേർത്തുണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ല, അച്ഛനെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ രതീഷിന് അത് കഴിച്ച് പരിചയമുള്ള ഒരു കാരണേ അവനത് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വരും വഴിക്ക് കുറച്ച് അച്ചാർ കൊണ്ടുപോകാൻ വെച്ചിട്ട് എൻ്റെ അനിയത്തിയുടെ അടുത്തേക്ക്, കുറേ ആൾക്കാരുണ്ട് അവിടെ, എല്ലാവരുടെ അടുത്തേക്കും പോവുകയാണ്. അപ്പോൾ എൻ്റെ പാപ്പൻ്റെ അടുത്തേക്ക് പോകണതിന് വയസ്സായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നല്ലവണ്ണം വയസ്സായി, എന്നും വിളിക്കും പാപ്പൻ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പാപ്പനെയും ഇളയമേനെയും ഒക്കെ സുഖമില്ലാണ്ട് തീരെ വയ്യാതിരിക്കുകയാണ് അവർ. അപ്പോൾ കുറേ നാളായി മോള് വാ എന്ന് പറഞ്ഞിട്ട് അന്യം കുഞ്ഞാട്ടനെയും എന്നും വിളിക്കും. ചേച്ചിയും കുഞ്ഞാട്ടനും ഞാനും കൂടിയാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. അവിടെ ഒരു കല്യാണം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടാമെന്ന് വിചാരിച്ചു. പാപ്പനെയും ഇളയമേനെയും കാണും വേണം. അപ്പോൾ കല്യാണം കൂടിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളും മക്കളും എല്ലാവരായിട്ട് പോകണമെന്നാണ്. കുഞ്ഞാട്ടനായാലും ചിത്തും എല്ലാവരായിട്ട് എല്ലാവരെയും കൊണ്ട് പോകണമെന്നാണ്. പലവർക്കും പല ഫാമിലികളല്ല ഇങ്ങനെ. അപ്പോൾ പലവർക്കും പല ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് വരണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. ഉണ്ണിമോളുടെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല, അതാണ് മെയിൻ കാരണം നമുക്ക് പോകാനായിട്ട്. അവിടെയും കുഞ്ഞാട്ടൻ്റെ മക്കൾക്കും പല കാരണങ്ങൾ. അപ്പോൾ അതൊക്കെ പിന്നീട് ഒരു ദിവസത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. നല്ല വിഷമമുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ കുഞ്ഞാട്ടനും ഞാനും ചേച്ചിയും കൂടി പോകുന്നതിൽ മക്കൾക്കൊക്കെ നല്ല വരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, പിന്നൊരു അവസരത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചാർ കൊണ്ടുപോകുമ്പോൾ കുപ്പിയൊക്കെ വേണ്ട. അപ്പോൾ ഞാൻ വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കുഞ്ഞു സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആ കൊണ്ടുപോകുന്നതിൻ്റെ കാരണങ്ങളും ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അത് ഇത്രയ്ക്ക് അങ്ങനെ എൻ്റെ പാപ്പൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ കാരണങ്ങളും ഞാൻ പിന്നീട് പറയും. അപ്പോൾ പയ്യെ ഇങ്ങനെ പറഞ്ഞു പോവാം നമുക്ക്. അപ്പോൾ ഞാൻ വരും വഴിക്ക് നമ്മുടെ അവിടെ ഒരു പ്ലാസ്റ്റിക് കടയുണ്ട്. അപ്പോൾ എൻ്റെ മോൻ അവിടെ നിർത്തി കുറച്ച് കുപ്പികൾ വാങ്ങിച്ചിട്ടുണ്ട്. അച്ചാറിട്ടത് നമ്മൾ നല്ല സേഫോട് കൂടി കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് കഴുകി വെക്കുകയാണ് ഞാൻ. അപ്പോൾ അത് കഴുകി ഒന്ന് ഉണക്കാൻ വെച്ചാലേ ഇരിക്കണം. അങ്ങനത്തെ കുപ്പി 15 രൂപയുള്ളോട്ടെ കുപ്പിക്ക്. അപ്പോൾ പിന്നെ സുഖമായിട്ട് കൊണ്ടുപോകാനോ അത് വിചാരിച്ചിട്ടാണ്. 4 ഞാൻ വാങ്ങിച്ചത്. പുതിയ കുപ്പിയായാലും നമ്മൾ നന്നായിട്ട് കഴുകണം. പ്ലാസ്റ്റിക്കിൻ്റെ മണം ഉണ്ടാവുമല്ലോ. എന്നിട്ട് തന്നെ പോകുന്നില്ല. സോപ്പിട്ട് ഞാൻ കുറച്ച് നേരം വെച്ചു. അല്ല ഒരു അടപ്പൻ, അതിൻ്റെ മുകളിൽ വേറൊരു അടപ്പനൊക്കെ ആയിട്ടുള്ളതാണ്. കുറച്ച് കമത്തിയിരിക്കാം. അപ്പോൾ അതവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നല്ല തോർന്ന് നല്ല ശരിയാവും. അപ്പോൾ ഞാൻ അച്ചാറിൻ്റെ പണിയിലേക്ക് പോവാട്ടാ. അപ്പോൾ മൂളൊക്കെ വന്നു കേട്ടാ. അപ്പോൾ അച്ചാറിട്ട് തരാം അമ്മ ഇങ്ങോട്ട് പോരെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഞാൻ ആ മണ്ണമ്പെട്ടെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണ്ട. അപ്പോൾ അച്ഛൻ വരുമ്പോഴേക്കും കൊള്ളിപ്പുള്ളി വയ്ക്കാറ്. കൊള്ളിപ്പുള്ളി ചമ്മന്തി വേണം അച്ഛൻ വരുമ്പോഴേക്കും. അപ്പോൾ അച്ചാറിൻ്റെ മാങ്ങയൊക്കെ നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല ഒരെണ്ണം നുറുക്കാത്തത് പെട്ടിട്ടുണ്ടല്ലോ ഉണ്ണി. 2 കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ. അപ്പോൾ നല്ല കഷ്ണമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെത്തിയിട്ടല്ല അങ്ങനെ കണ്ട കഷ്ണങ്ങളാണ്, കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ശരിയാക്കി എടുത്താലോ. അപ്പോൾ കുറച്ച് എണ്ണയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്.
എപ്പോൾ അച്ചാറിടുമ്പോഴും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് എന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് നന്നായി ഒന്ന് മുരിഞ്ഞോട്ടെ കേട്ടോ. അതിൻ്റെ പച്ചപ്പൊന്നും നിൽക്കുന്നത് നല്ലതല്ല, കറി ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഒരുവിധം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് അച്ചാർ പൊടിയാണത്, അതിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലിയില്ലേ, നല്ല കളർ വേണ്ട നമ്മുടെ അച്ചാറിന്, അപ്പോൾ അതിത്തിരി ഇട്ട് കൊടുക്കാം. കളറാണ് വേണ്ടതേ, എരിവല്ല വേണ്ട അധികം. അച്ചാർ പൊടിയിൽ കായും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഞാൻ കുറച്ച് പൊടി ചേർക്കാറുണ്ട് കേട്ടോ. അല്പം ഉലുവേര പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. മുളകിൻ്റെ മണം കുത്തൊക്കെ ഒന്ന് പോയി കിട്ടാനേ കുഞ്ഞേ തീരിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കാം. മുളകൊക്കെ കണ്ടതേ നന്നായി മുരിഞ്ഞു വന്നു. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം വറ്റണ വരെ, ഈ മുളക് വേവാനാണ് ഈ വെള്ളം കേട്ടോ. അപ്പം അത് നമ്മൾ ഒരുവിധം വറ്റിക്കണ വരെ അതിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കും മുളകിന്. പിന്നെ നമ്മുടെ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കുറച്ച്. ഉപ്പ് മാങ്ങയിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, മാങ്ങ നന്നായിട്ട്, അതുകൊണ്ട് ഉപ്പ് അധികം തന്നെ ഇടണം. തീ നന്നായി കത്തിക്കുക, നന്നായി തിളക്കട്ടെ. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോഴേ നമുക്ക് തൃശ്ശൂർക്കാർ മിക്കതും ഇവിടെ സിജുമോനൊന്നും മധുരയിടുന്നത് ഇഷ്ടമല്ല. പക്ഷെ വടകരയുള്ള സമയത്ത് എൻ്റെ മക്കളൊക്കെ പോകുമ്പോൾ എൻ്റെ സുജുമോളും ആളൊക്കെ പറയും, അമ്മ വടകരക്കാരുടെ അച്ചാർ തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ല അമ്മേ, നല്ല മധുരമല്ലേ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത്തിരി മധുരമുണ്ട്, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ നല്ല പുളി കൂടുതലുള്ളതാവുമ്പോൾ എനിക്കും എന്താണോ കേട്ടോ അവിടുത്തെ ടേസ്റ്റുകളാണ് കൂടുതൽ ഇഷ്ടം. ഇത്തിരി മധുരമുള്ളതൊക്കെ ഇനിയും ഇഷ്ടം. അപ്പോൾ ഞാൻ ഒത്തിരി മധുരം ഇടുന്നുണ്ടായില്ല കേട്ടോ. അവരുടെ അത്രയ്ക്കൊന്നും ഇടുന്നില്ല, എന്നാലും കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല ഇടിവെട്ടിൻ്റെ സൗണ്ടാട്ടാ കേൾക്കണത്. മഴ പെയ്ത് കഴിഞ്ഞ ഇവിടെ നിന്നൊന്നും ചെയ്യാൻ അതന്നെ പൊടപടാ വെള്ളം വീഴും. അപ്പോൾ നല്ലോണം കുറുതായി വന്നിട്ടുണ്ട്. കുറച്ച് നേരമായി ആ മുളകൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്താൽ വേവിക്കുന്നില്ല മുത്താൻ മതി, അധികം വേവണ്ട.
ഇത് ചീനച്ചട്ടിക്ക് തന്നെ അത്യാവശ്യം ചൂടുണ്ടാവുകയും ഇളക്കിയിട്ടൊന്ന് നിർത്താൻ ചിട്ട. വെള്ളം ചെയ്യാന്നൊന്നും വിചാരിക്കില്ല കേട്ടോ, നാളെ കാലത്തേക്ക് വെള്ളം വരും. വെളിച്ചക്കുറവല്ലേ നമ്മൾക്കൂടെ, വലിയൊരു ലൈറ്റ് ഇടണം മാറ്റിയിട്ട്. ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തീയൊക്കെ നമ്മൾ നിർത്തി ഇരിക്കട്ടെ. കുറച്ച് നാളെ കാലത്താകുമ്പോഴേക്കും വെള്ളം പൊന്തി വരും. അതെ, അച്ചാർ റെഡി. അപ്പോഴേ മാങ്ങയുടെ പരിപാടി കഴിഞ്ഞു കേട്ടാ. ഞാൻ അത് കുപ്പിയിലാക്കാൻ വേണ്ടു. അപ്പോൾ നാളെ കാലത്താകുമ്പോഴാണ് നമ്മളത് നാളെയാണ് പോണ ദിവസം. ഞാൻ നമ്മുടെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോണ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അച്ചാറുകളൊക്കെ ഇടുന്നത്. അപ്പോൾ അതിന് നാളെ കാലത്താകുമ്പോഴേക്കാണ് നമ്മൾ പാക്ക് ചെയ്യുള്ളൂ. ആ സമയമാകുമ്പോഴേക്കും അത് നല്ല വെള്ളമൊക്കെ വന്ന് നല്ല മാങ്ങയിലത്തെ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങും. നല്ല ഉപ്പിലൊക്കെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇറങ്ങി അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നാളെയാണ് അത് നമ്മൾ പാക്ക് ചെയ്യുക. അപ്പോഴേക്കും അടുത്ത അച്ചാർ ഏതാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഇതേ നമ്മൾ നന്നായി അയ്യോ ചൂടാട്ടാ ഇതാക്കി വെച്ചിട്ടുണ്ട്, പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിനെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടേ, ഒരു ചീഞ്ചട്ടി വെച്ചിട്ടേ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചാൽ മതി, വളരെ കുറവ് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ എണ്ണ നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ ഒന്ന് പൊട്ടുമ്മ പൊട്ടില്ല, മൂടി വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ പൊട്ടണമെങ്കിൽ ഒന്ന് നമുക്ക് ആ എണ്ണ ഇത് വരുമ്പോഴേ ചൂട്ടോടെ എടുത്തിരുന്ന മതി മുട്ടിട്ട്. അപ്പോൾ അതേ നാരങ്ങ ഇങ്ങനെ ആയിട്ടാണ് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് തീയൊക്കെ. ഇനി ഇതൊന്ന് നല്ലൊരു തുണി കൊണ്ട് നമുക്ക് തുടച്ചിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോഴേക്കിൻ്റെ അച്ഛൻ വരുന്ന നേരമായി, പുള്ളി കാച്ചമ്മാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കാച്ചണം. കുറച്ച് മുളക് ഇട്ടാൽ നല്ലോണം പുതിയ മുളക് പൊടിച്ചാണ്. പുള്ളി എന്തോരം 1 കിലോ ഉണ്ടാവും. ഇതായിരിക്കണം മുളക് ഇല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. പുതിയ മുളകുകൾ പൊടിക്കുന്ന സമയത്ത് ഭയങ്കര എരിവായിരിക്കും. പിന്നെ ഭയങ്കര ചൂടല്ലേ. ഈ പുകഞ്ഞ തീ കൂടിയ അത് വലിയ അടുപ്പാണ്. വെള്ളം ഒക്കെ കളഞ്ഞ് ഊറ്റി വെച്ചതാട്ട മുളക്. വെള്ളം ഊറ്റണമെന്ന് ഊറ്റി കളഞ്ഞാൽ കൊള്ളിക്ക് ഒരു ഇതുണ്ടാവില്ലാന്ന് പറയാം. ഗ്യാസിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ലാന്ന്. നല്ല കളർ കിട്ടങ്ങനെ കുഴഞ്ഞത് ഞാൻ കുഴയാണ്ട് ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇതങ്ങനെ കുഴയാണ്ട് കിട്ടില്ലേ മോനെ. മോൻ വിചാരിക്കുന്നത് ഏതാണെന്നറിയോ, മറ്റേ ചെത്തി വയ്ക്കുന്ന കൊള്ളിയല്ലേ. അല്ല, ഇതായാലും ചിലപ്പോൾ ഇങ്ങനെ ഒരു കുഴയാണ്ട് കിട്ടൂല്ലേ. ഒരു വിസിൽ മതിയായിരുന്നു. 2 വിസിൽ വന്നു അല്ലേ. ഇതിൽ വെള്ളം ചൂടാക്കട്ടെ കുടിക്കാനായിട്ട്. മതിയില്ലേ? ഉപ്പ് വേണം. ഇത്തിരി കുറവ് ഉപ്പ് മതിയില്ലേ? ഇനി രണ്ടാമത് ഇട്ടത് ഇതാവും. അപ്പോഴേ ഞാൻ നാരങ്ങ ഒന്ന് ചൂടാറാണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ളു നല്ല പുള്ളലാവും. അപ്പോൾ ഞാൻ ഇത് കായ കൊടുന്നുണ്ട്, ഒരു പടല കായ കടയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതൊന്ന് കടയിൽ നിന്ന് എടുത്തത് പറയുന്നത് നാരങ്ങ വാങ്ങിയൊക്കെ കടയിൽ തിന്ന കേട്ടാ. അപ്പോൾ ഇത് ഒന്ന് തുണ്ട് പൊളിക്കില്ല കേട്ടാ. എന്നിട്ട് തുണ്ട് പൊളിച്ചിട്ട് ഒന്ന് വറക്കാം നമുക്ക്. കായ വറവ് എൻ്റെ മൂള് കേട്ടാ.
കഴിയാറായി. അപ്പോൾ മൂത്ത് വന്നപ്പോൾ ഉപ്പ് ഒഴിച്ച് അപ്പോൾ അതെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ മോള്. അപ്പോൾ കായ വറവ് അങ്ങനെ കഴിഞ്ഞൂല്ലോ മോനെ. ഇനി എന്നിട്ട് വറക്കാൻ പോണ് പഴം. ഉപ്പുള്ള വെളിച്ചെണ്ണയിൽ പഴം വറുത്ത അങ്ങനെ ഇരിക്കുന്ന അറിയാട്ടോ നമുക്ക്. ഉപ്പ് തെളിച്ച വെളിച്ചെണ്ണയല്ല അത്. അതന്നെ നമ്മൾ ആദ്യം പഴം വറുത്തിട്ടാണ് നമ്മൾ കായ വറക്കാറല്ലോ ഉണ്ണിയെ. അപ്പോൾ അടുത്തത് പഴാല മോനെ. പഴം പൊളിച്ചു വെച്ചതിന് ശേഷമല്ലേ മോനെ ആക്കുക. പൊളിച്ചു വെക്കണം. അപ്പോൾ പടപടാന്ന് ആക്കുക. അല്ലെങ്കിൽ ഒരെണ്ണം ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേവ് ശരിയാവും. രണ്ടെണ്ണം ഇട്ടാൽ മതിയിട്ടാ. അത് കോഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഇടാം. പഴമൊക്കെ പൊളിച്ച് റെഡിയാക്കി വെക്കി. അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. എല്ലാം ആക്കി വെച്ചിട്ട് വേണം വെളിച്ചെണ്ണയുടെ അടുത്തേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാറിൽ കണ്ട വെള്ളം പൊന്തി വരുന്നുണ്ട. ചാറ് തിന്നുന്ന അച്ഛൻ പറയില്ല. എവിടെയായിരുന്നു പണി? പൂത്തിറക്കിൽ. പഴം എന്തുണ്ടായിരുന്നേ? പഴം രതീഷ് ഉണർന്നില്ല. ഇനിയിപ്പോ പിശും പിശാണോ ആൾക്ക് പിശും പിശു ഇഷ്ടാ. ഭാഗ്യനതെ നല്ല മധുരമുള്ള പഴം വറക്കണതാ ഇഷ്ടം. ഈ പിശും പിശു ആയിട്ടുള്ളത് അത് പിന്നെ നല്ല ടേസ്റ്റ് ആട്ടാ. കറുമുറുന്നല്ലെങ്കിലും പഴം വറുത്തത് ഉപ്പുള്ള കാരണം തോന്നണൂല മോളെ. ചെലപ്പോ കുറച്ച് കഴിയുമ്പോ ബലം പിടിക്കൂട്ടാ. ഇത് ശരിയാവുന്നുണ്ട് മോനെ. ശരിയായില്ലെങ്കിലും അധികമൊന്നുമില്ല. അപ്പോൾ പഴം വറവും പിന്നെ എന്തൊക്കെ കായ വറവും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ ഈ അച്ചാറും കൂടി ഉണ്ടായി. അപ്പോൾ ദേ ഇങ്ങനെ ഇത്രാവശ്യം 3 കഷ്ണങ്ങളാക്കി വെക്കണം കേട്ടോ. ഇത് എളുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയത് നല്ല പുളിന്നാണ് ചേട്ടാ ഇതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്ടൊക്കെ ചെയ്തപ്പോഴേ അപ്പോൾ ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അച്ചാറിൻ്റെ രീതികളൊക്കെ ഒരുപോലെ തന്നെയാണ് രണ്ടും. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതേപോലത്തെ അതേ രീതിയിൽ തന്നെയാണ് അച്ചാറിടുന്നത്. വേറെ വ്യത്യസ്തമായ രീതിയൊന്നുമല്ല. അപ്പോൾ എണ്ണയും വെളിച്ചെണ്ണയും പകർത്തി വലിയ കയ്യിലെടുക്കമ്മ. കയ്യമ്മ തട്ടിയപ്പോ ഉള്ളൂ. വലിയ കയ്യിലെടുക്കാം. ഇതിൻ്റെ നമ്മൾ പോയിക്കോട്ടെ. ഈ കുറച്ചോട്ടെ അപ്പോൾ ദൈവം ഇത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് വേണം. അപ്പോൾ അതിലേക്ക് നമുക്ക് അച്ചാർ കൂടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉലുവ കുറച്ച് ഉലുവപ്പൊടി, പിന്നെ കായം തന്നെ കുറച്ച് കായം, നന്നായി മുളകിൻ്റെ അതൊക്കെ പോണ പോലെ കഴിഞ്ഞ മാങ്ങയ്ക്ക് ചെയ്ത പോലെ തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കുക.
അപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിക്കുക. കുറച്ച് വെള്ളം ഇത് ചേർക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ വെള്ളം ഇറങ്ങി വരുന്നതാണ്. നാരങ്ങ ഇപ്പം തന്നെ ദേ മുറിച്ച് വെച്ചപ്പോഴേക്കും കണ്ട വെള്ളം ഇങ്ങനെ വന്നു തുടങ്ങി കണ്ട. ഇനി അത് വരും. അപ്പോൾ കണ്ടമാനം ഇങ്ങനെ ചാറ് ഇതുമായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാട്ടോ. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അങ്ങനെ വെളുത്തുള്ളി ഇടുമ്പോഴേ വെളുത്തുള്ളി അധികം വേവില്ല. ചൊക്കൊക്കെ ഒഴിച്ചതല്ലേ നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം. നന്നായി ഒന്ന് വറ്റി വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ നാരങ്ങേനെ അതിലിട്ട് കൊടുക്കാം. നമ്മുടെ അച്ചാർ റെഡി ഉണ്ട്. സിമ്പിൾ പരിപാടി കേട്ടോ. അതൊക്കെ ഇങ്ങനെ മുറുക്കിയെടുക്കുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക, വെളുത്തുള്ളി നന്നാക്കുക, അതിനൊക്കെ പണിയുണ്ട് കേട്ടോ. അച്ചാറിടാനൊക്കെ സിമ്പിളാണ്. പിന്നെ അപ്പോൾ ഓഫ് ചെയ്ത് വെക്കും. നല്ല സൂപ്പറാണ്. 2 ദിവസം ഇരിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് വരിക. അപ്പം അങ്ങനെ അച്ചാറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മോളും കൂടി ഹെൽപ്പ് ചെയ്ത കാരണം എനിക്ക് വളരെ കുറച്ച് നേരം ചെയ്യേണ്ടി വന്നുള്ളൂ. ഒക്കെ റെഡിയാക്കി തന്നു ആള്. അവിടെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അച്ഛൻ ചെയ്ത് തരും കേട്ടോ. അച്ഛനിപ്പോൾ അച്ഛനാണ് ശരിക്കും പണി കുറയുക. ഇവിടെയുള്ള കാരനെയൊക്കെ മോള് സഹായിക്കുമല്ലോ. അല്ലെങ്കിൽ ഒക്കെ അച്ഛൻ നിൽക്കൂട്ടാ. അരിഞ്ഞ് തരാനും നാരങ്ങ നുറുക്കി തരാനും മാങ്ങ നുറുക്കി തരാനും ഒക്കെ അച്ഛൻ കൂടെ ഉണ്ടാവും. പക്ഷെ ഇന്ന് അച്ഛത്തിന് നേരം വൈകിയാണ് വന്നത്. അതുകൊണ്ട് അവിടേക്ക് വരികയാണെങ്കിൽ എത്ര സമയം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നേനെ. ഇവിടെ വന്നാൽ തന്നെ മോളെല്ലാം ചെയ്ത് ശരിയാക്കി തന്നു. അച്ചാറിൻ്റെ പണികളും എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ വടകരയ്ക്ക് പോണതും പിന്നെ നാളെ കാലത്ത് തന്നെ മോൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതിനെപ്പറ്റി എല്ലാ വിശേഷങ്ങളും ഞാൻ കാണിക്കുന്നതായിരിക്കും. എൻ്റെ പാപ്പനെ, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഞാൻ വടകരയിൽ ചെന്നിട്ടും വടകരയ്ക്ക് പോകുന്നതുമായ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. അതുവരേക്ക് ടാറ്റാ ബൈ.